എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. 270/2020 സൂപ്രണ്ട് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റേറ്റ് വൈഡ് അതിൻ്റെ എക്സാം ഡേറ്റ് 31/7/2024 വെനസ്ഡേ ആണ്. അതിൻ്റെ കൺഫർമേഷൻ ഇപ്പം വന്നിട്ടുണ്ട്. പിന്നെ ഇത് കൺഫർമേഷൻ ഡേറ്റ് ഓഫ് കൺഫർമേഷൻ 22/4/2024 മുതൽ 11/5/2024 വരെയാണ്. അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുന്നത് 17/7/2024 ആണ്. മോഡ് ഓഫ് എക്സാമിനേഷൻ ആൻഡ് ടോട്ടൽ മാർക്സ് ഓൺലൈൻ OMR എക്സാം ആണ്. 100 മാർക്കാണ്. മീഡിയം ഓഫ് എക്സാം ഇംഗ്ലീഷ് ആണ്. ടൈം എന്ന് പറയുന്നത് 1.5 മണിക്കൂർ. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് 2249 ആണ്. ഓക്കെ, അപ്പം അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതാണ് 270/2020. അപ്പോൾ ഇതിൽ ടോട്ടൽ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ 40 മാർക്കിൻ്റെ പാർട്ട് വൺ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് 20 മാർക്കാണ്. വേർഡ് 2007, MS വേർഡ് 2007. പിന്നെ അതായത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ വരുന്നുണ്ട്. പിന്നെ MS വേർഡ്, പിന്നെ 20 മാർക്ക് എക്സൽ, പവർ പോയിന്റ്, അത് രണ്ടുമാണ്. 40 മാർക്കാണ് വരുന്നത്. 40 മാർക്ക് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, MS എക്സൽ, വേർഡ്, പവർ പോയിന്റ്, ഇത്രയും. അത് നമ്മൾ സാധാരണ LD ടൈപ്പിസ്റ്റിൻ്റെയൊക്കെ സിലബസ് പോലെ തന്നെയാണ് വരുന്നത്. പിന്നെ 10 മാർക്ക് പാർട്ട് 2, 10 മാർക്ക് ടൈപ്പ് റൈറ്റിംഗ് ആണ്. അതും സെയിം സിലബസ് തന്നെയാണ് വരുന്നത്. പിന്നെ പാർട്ട് 3 എന്ന് പറയുന്നത് BCom 30 മാർക്കാണ് ടോട്ടൽ മാർക്ക്. അതിൽ മൊഡ്യൂൾ 1 അക്കൗണ്ടിങ്, മൊഡ്യൂൾ 2 ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, മൊഡ്യൂൾ 3 കോസ്റ്റ് അക്കൗണ്ടിങ്, മൊഡ്യൂൾ 4 മാനേജ്മെൻറ്റ്, മൊഡ്യൂൾ 5 മാനേജീരിയൽ എക്കണോമിക്സ്, മൊഡ്യൂൾ 6 കമ്പനി ലോ, മൊഡ്യൂൾ 7 ക്യാപിറ്റൽ മാർക്കറ്റ്, മൊഡ്യൂൾ 8 ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ്, മൊഡ്യൂൾ 9 മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, മൊഡ്യൂൾ 10 ഓഡിറ്റിംഗ്. ഇനി പാർട്ട് 4 എന്ന് പറയുന്നത് ടോട്ടൽ മാർക്ക് 10 മാർക്കാണ് ഇംഗ്ലീഷിന്. അതിൽ ഇംഗ്ലീഷ് ഗ്രാമറിന് 5 മാർക്ക്, ഇംഗ്ലീഷ് വൊക്കാബുലറിക്ക് 5 മാർക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഇംഗ്ലീഷ് ഗ്രാമറിൽ എന്തൊക്കെ വരുന്നുണ്ട് നോക്കാം. ടൈപ്സ് ഓഫ് സെൻറ്റൻസ്, ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസസ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, agreement of verb and subject, articles, the definite and indefinite article, use of primary and modal auxiliary verbs, tag questions, infinitive and gerunds, tenses in conditional sentence, preposition, the use of correlatives, direct and indirect speech, active and passive voice, correction of sentence. ഇനി 5 മാർക്ക് vocabulary, singular and plural, change of gender, collective nouns, word formation from other words and use of prefix or suffix, compound words, synonyms, antonyms, phrasal verbs, foreign words and phrases, one word substitutes, word often confused, spelling test, idioms and their meanings. ഇനി പാർട്ട് 5 10 മാർക്ക് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. അതിൽ ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ, ഫാക്ട്സ് അബൌട്ട് കേരള, റിനൈസൻസ് ഇൻ കേരള, കറണ്ട് അഫയേഴ്സ്. ഇനി ഇവിടെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് അപ്പാർട്ട് ഫ്രം ദി ടോപ്പിക് ഡീറ്റെയിൽഡ് അബവ്, questions from other topics prescribed for the educational qualification of the post may also appear in the question paper. There is no undertaking that all the topics above may be covered in the question paper. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ തന്നിരിക്കുന്ന എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് ക്വസ്റ്റ്യൻസ് വരണം എന്നില്ല. പിന്നെ അതുപോലെ തന്നെ ആ പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ വരുന്ന ഇതിൽ ഉൾപ്പെടാത്ത മറ്റുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ വേർഡ് പ്രോസസ്സിങ് 40 മാർക്ക്, ടൈപ്പ് റൈറ്റിംഗ് 10 മാർക്ക്, പിന്നെ വരുന്നത് 10 മാർക്ക് GK ആണ് വരുന്നത്. പിന്നെ 10 മാർക്ക് ഇംഗ്ലീഷ്, 10 മാർക്ക് ഇംഗ്ലീഷ്, പിന്നെ 30 മാർക്ക് BCom. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എക്സാം ഡേറ്റ്, കൺഫർമേഷൻ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.